പാലക് മുളകൂട്ടൽ ഇല്ലെങ്കിൽ പൊരിച്ചെറി എന്ന് പറയാം. ടൊമാറ്റോ ക്യാപ്സിക്കം പച്ചടി, കൂടെ ക്യാബേജ് തോരൻ, ഹോട്ടൽ സ്റ്റൈലിൽ എങ്കിൽ വീട്ടിലുള്ള അതേ സ്വാദിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചെമ്പൂരിലുള്ള അന്നമിത്ര ക്ലൗഡ് കിച്ചണിൽ നിന്നാണ് റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ആദ്യം തക്കാളി ക്യാപ്സിക്കം പച്ചടിക്ക് വേണ്ടി വെളിച്ചെണ്ണ ചൂടാക്കി കരിവേപ്പില താളിച്ച് അതിലേക്ക് അരിഞ്ഞ ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കമാണ്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കത്തിന് വലിയ വേവില്ല, അതുകൊണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. നന്നായിട്ട് പൊടികളൊന്നും മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ തക്കാളിയും കൂടെ ചേർക്കുക. തക്കാളിയും വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. തക്കാളിയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പുളിവെള്ളവും ശർക്കരയും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയിൽ ചുമന്ന മുളകും കുരുമുളക്, ജീരകം, പച്ചമുളക്, പിന്നെ കുറച്ച് കട്ടിയായിട്ട് കിട്ടാനായിട്ട് അരിയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്ത് തേങ്ങയുടെ ആ പേസ്റ്റും കൂടെ വേവിച്ച പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി താളിപ്പിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, ഉഴുന്നുപരിപ്പ്, ചുമന്ന മുളക്, കരിവേപ്പില നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന പച്ചടിയിലേക്ക് ഇത് ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ഈ ടൊമാറ്റോ ക്യാപ്സിക്കം പച്ചടി. ഇനി പാലക് മുളകൂട്ടൽ അല്ലെങ്കിൽ പൊരിച്ചെറി തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞ കഴുകി വൃത്തിയാക്കിയ പാലക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പച്ച നിറം നമുക്കതുപോലെ കിട്ടുമെന്നാണ് അവിടുത്തെ ഷെഫ് ശ്രീകാന്ത് പറഞ്ഞത്. അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കുക. ആ സമയത്ത് ഉഴുന്നും മുളകും കരിവേപ്പിലയും കൂടെ വറുത്ത് വയ്ക്കുക. ഒന്ന് വാടി നന്നായിട്ട് വെന്ത് വരുമ്പം അതിൽ 1/4 ഭാഗം പാലക്കെടുത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ പച്ച കളറ് നമുക്ക് കാണാവുന്നതാണ്. ആ പച്ച കളറ് കിട്ടാനാണ് ആദ്യം എണ്ണയിൽ വഴറ്റിയത്. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്കുള്ള അരപ്പിനിയും തയ്യാറാക്കാം. വറുത്ത ഉഴുന്നുപരിപ്പിലും ചുമന്ന മുളകിലും കൂടെ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ആ പച്ചക്കളർ അതുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചുമന്ന മുളക് കുറച്ചിട്ട് പച്ചമുളകിൻ്റെ നമ്പർ കൂട്ടുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ശകലം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം വേവിച്ച് ഉടച്ചെടുത്ത പരിപ്പും കൂടെ ചേർക്കാം. സാമ്പാർ പരിപ്പാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് താളിപ്പും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, ചുമന്ന മുളക്, കൂടെ കരിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ശകലം കായപ്പൊടിയും കൂടെ ചേർക്കുക. ഈ താളിപ്പ് നന്നായിട്ട് തിളച്ച് മുളകൂട്ടലിൽ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്തത് ക്യാബേജ് തോരൻ തയ്യാറാക്കാനായിട്ട് വെള്ളത്തിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും ശകലം എണ്ണയും കൂടെ ചേർത്ത് കഴുകി വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് വേവിച്ചെടുക്കുക. ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ തോരൻ തയ്യാറാക്കിയതിന് ശേഷം അതിൽ നിന്നും വെള്ളം വാർന്നു വരത്തില്ല എന്നാണ് ഷെഫ് പറഞ്ഞത്. ഇനി താളിപ്പിന് വെളിച്ചെണ്ണയിൽ കടുക്, ജീരകം, ഉഴുന്നുപരിപ്പാണ് ചേർത്തിരിക്കുന്നത്. ക്യാബേജ് നന്നായിട്ട് വെന്ത് വരുമ്പം ഇതുപോലെ ഊറ്റി മാറ്റി വയ്ക്കുക. ഉഴുന്നുപരിപ്പും ചേർത്ത് അതിലേക്ക് ചുമന്ന മുളകും കരിവേപ്പിലയും നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തേങ്ങയും പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്താണ് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കൂടെ കായപ്പൊടിയും കൂടെ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ വെള്ളത്തിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഊറ്റി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ തോരൻ റെഡിയായി കിട്ടും. അന്നമിത്രയിലുള്ള ലഞ്ച് കോംബോ എല്ലാ ദിവസവും വ്യത്യസ്തമാണ്. ഒരു ദിവസത്തെ ലഞ്ച് കോംബോ ആണ് കാണിച്ചത്. അതിൽ തക്കാളി രസവും ഉണ്ടായിരുന്നു. കൂടെ
പാലക് മുളക് കൂട്ടലും ക്യാപ്സിക്കം ടൊമാറ്റോ പച്ചടിയും ക്യാബേജ് തോരനുമാണ്.